ഇന്നത്തെ എപ്പിസോഡിൽ അന്നെ കാണിക്കുന്ന കൺമണി കൃഷും ആ കാറിലിരുന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് കൺമണിയുടെ സന്തോഷം കണ്ട് കൃഷി പിന്നെ കൺമണിയോട് എന്ത് പറ്റി കൺമണിക്ക് എന്താണ് ഇത്ര സന്തോഷമെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഉണ്ണിത്തിരുമേനിയുടെ കാര്യം പറയുകയാണ്. ഉണ്ണിത്തിരുമേനി പറഞ്ഞ സാറ് കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും അധികം വൈകാതെ ഒന്നിക്കുമെന്നാണ് ഉണ്ണിത്തിരുമേനി പറഞ്ഞത്. സാറിനെ എനിക്ക് കിട്ടുമെന്നാണ് ഉണ്ണിത്തിരുമേനി പറഞ്ഞത്. അതിൻ്റെ ഒരു സന്തോഷമാണെന്ന് പറയുമ്പോൾ കൃഷി അയ്യോ കൺമണിക്ക് തെറ്റി, കൺമണിക്ക് എന്നെയല്ല എനിക്ക് കൺമണിയാണ് കിട്ടുന്നത്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാറേ എനിക്കാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തിരിച്ചു പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം എനിക്കാണ് ഭാഗ്യം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു നാരങ്ങവെള്ളം കാച്ചിയാലോ എന്ന് ചോദിക്കുകയാണ്. ജയകൃഷ്ണനെ പോലെ നാരങ്ങവെള്ളം കാച്ചിയാലോ എന്ന് പറയുമ്പോൾ കൺമണി അതിന് ഞാൻ ക്ലാരയല്ല എന്ന് പറയുകയാണ്. തുടർന്ന് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നാരങ്ങവെള്ളം കുടിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. തുടർന്ന് അവിടെത്തിയ ശേഷം രണ്ടുപേരും കാലിൽ നിറങ്ങിയതിന് ശേഷം വീണ്ടും സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് കൺമണിക്ക് ഇത്രമാത്രം ഇഷ്ടമായതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി തിരിച്ചും കൃഷ്ണനോട് അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. കൺമണി വിചാരിക്കുന്ന പോലെ കൺമണി ഒരു സാധാരണ കുട്ടിയല്ല, കൺമണി ഒരു കലാകാരിയാണ്. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാനൊരു സാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് കൺമണിക്കല്ല എനിക്കാണ് ഭാഗ്യം, കൺമണിയെ പോലൊരു കുട്ടിയെ കിട്ടിയ എനിക്കാണ് ഭാഗ്യം എന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് കൺമണിക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ റൊമാൻറ്റിക് മൂഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കൈനോട്ടക്കാരി വരികയാണ്. തുടർന്ന് രണ്ടുപേരെയും വിളിച്ച് കൈനോട്ടക്കാരി നിങ്ങളും രാമനും സീതയും പോലെയാണെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷ്ണൻ കൺമണി ആ കൈനോട്ടക്കാരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൈനോട്ടക്കാരി നിങ്ങളുടെ ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുമ്പോൾ കൃഷ എന്നാൽ ശരി എൻ്റെ കൈ നോക്കി പറയാൻ പറയുകയാണ്. തുടർന്ന് കൃഷ്ണൻ്റെ കൈ നോക്കി ആ കൈനോട്ടക്കാരി പിന്നെ പറയുന്നത് നിങ്ങളും രാമനും സീതയുമാണെന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് കൃഷ്ണനും കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി പിന്നെ ആ കൈനോട്ടക്കാരി പിന്നെ പറയുന്നത് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അധികം നാളായുസില്ല, അധികം വൈകാതെ പടമാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷും കൺമണിയും. തുടർന്ന് ആ കൈനോട്ടക്കാരി പിന്നെ കൃഷ്ണനോട് പിന്നെ പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും വലിയൊരു ചതി ഒളിഞ്ഞു കിടക്കുകയാണ്, വലിയൊരു യുദ്ധക്കളത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കാലെടുത്ത് വയ്ക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. കൃഷ്ണ പക്ഷേ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. സാധാരണ കൈനോട്ടക്കാർ പറയുന്ന സ്ഥിരം ഉടായ്പ എന്ന രീതിയിലാണ് കൃഷി നിൽക്കുന്നത്. എന്നാൽ കൺമണി ഇതെല്ലാം കേട്ട് ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കൃഷി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും ഈ കൈനോട്ടക്കാരി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് സുമിത്രയും ബാലുവിനെയും കാണുന്നതിന് വേണ്ടി ഷൺമുഖം വന്നിരിക്കുകയാണ്. തുറന്ന് ഷൺമുഖം ഇവരെ ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നാളെ സാഗർ നാട്ടിൽ ലാൻഡ് ചെയ്യുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്കും ബാലുവിനും നല്ല സന്തോഷമാവുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ഷൺമുഖത്തോട് അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയല്ലേ, നാളെയാണല്ലേ ആ ദിവസം, നാളെ ബലരാമൻ സാഗറിൻ്റെ കഥ കഴിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് സുമിത്രയും ബാലുവുമെല്ലാം. തുടർന്ന് ഷൺമുഖം പിന്നെ സുമിത്രയോട് ഇത്രയും നാളെ ബലരാമൻ്റെ മനസ്സിൽ സാഗറിനോട് ഒരു വാത്സല്യമുണ്ടായിരുന്നു, എന്നാൽ സുമിത്ര കഴിഞ്ഞ ദിവസം ബലരാമനെ വന്ന് കണ്ടതിന് ശേഷം ബലരാമൻ്റെ മനസ്സിൽ സാഗറിനോടുള്ള പ്രതികാരം കത്തിത്തുടങ്ങി എന്ന് പറയുകയാണ്. ഇനി അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല, ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല, ഇനിയും കുറച്ചും കൂടി എരുത്തിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. തുടർന്ന് സുമിത്ര പണ്ട് മുതലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് നടക്കുന്നത്, ബലരാമനെ ഞാൻ സാഗറിനെ കൊല്ലാനുള്ള എൻ്റെ ഒരു അടിമയാണ് ബലരാമൻ എന്ന് പറയുകയാണ്. ബലരാമനെ ഞാൻ സാഗറിൻ്റെ വീട്ടിലേക്ക് വിട്ടപ്പോൾ അപ്പോൾ മാത്രമാണ് ഒരു പിഴവ് സംഭവിച്ചത്. ആ സമയത്ത് ബലരാമന് സാഗറിനോട് സുജാതിയോടും ശരിക്കുള്ള അച്ഛനോ അമ്മയോടുള്ള ഒരു സ്നേഹം ബലരാമന് അവരോട് തോന്നി, അതിപ്പോൾ മാറി വരികയാണെന്നൊക്കെ പറയുകയാണ്. ബലരാമൻ ഇനി സാഗറിനെ കൊന്നതിന് ശേഷം ബലരാമനെ ഞങ്ങൾ ആ സത്യം അറിയിക്കും, ബലരാമൻ്റെ യഥാർത്ഥ അച്ഛൻ സാഗറാണെന്നുള്ള സത്യം ബലരാമനെ അറിയിക്കും. എന്നാൽ അത് കേട്ട് ഷൺമുഖം പിന്നെ സുമിത്രയോട് എന്തിനാണ് ബലരാമൻ സാഗറിനെ കൊന്നതിന് ശേഷം ആ സത്യം ബലരാമനെ അറിയിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയും ബാലു ഒന്ന് ചിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പറയുകയാണ്. ബലരാമനെ കൊല്ലുന്നതിന് മുമ്പേ ബലരാമനെ ആ സത്യങ്ങൾ ഞങ്ങൾ അറിയിക്കും, എന്നിട്ട് ഞങ്ങൾ ബലരാമനെയും തീർക്കുമെന്ന് പറയുകയാണ്. തുറന്ന് ഷൺമുഖം പിന്നെ സുമിത്രയോടും ബാലുവിനോട് പക്ഷെ ഭാഗ്യശ്രീയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. നല്ലത് കേട്ട് സുമിത്ര ഭാഗ്യശ്രീയോ അവൾ വിചാരിച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. ഞങ്ങൾ വരച്ച വരയ്ക്കപ്പുറത്തേക്ക് കടക്കാനുള്ള ബോധമൊന്നും ഭാഗ്യശ്രീക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് സാറ് ഭാഗ്യശ്രീയെ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഭാഗ്യശ്രീ ഞങ്ങൾക്കൊരു എര പോലുമല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഷൺമുഖം തലയാട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. തുറന്ന് ബാലുവും സുമിത്രയും കൂടിയാണ് സംസാരിക്കുന്നത്. തുറന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് ബാലു നമുക്കിങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, നമുക്കിങ്ങനെ ബലരാമനെ ഒരു തവണയും കൂടിയും വിളിക്കണം, അതും കൂടിയും കഴിഞ്ഞാൽ ബലരാമൻ പിന്നെ ഫ്ലാറ്റ്, പിന്നെ ബലരാമൻ നമ്മൾ പറയുന്നത് മാത്രമേ അനുസരിക്കൂ, ബാലു ബലരാമന് മുമ്പിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് പറയുകയാണ്. തുറന്ന് കാണിക്കുന്നത് കൺമണി കൃഷ്ണാണ് ആ നാരങ്ങ വെള്ളമെല്ലാം ഓർഡർ ചെയ്ത് രണ്ടുപേരും തലയ്ക്ക് കൈവച്ച് ഇങ്ങനെ ചിന്തയിലാണ്. ആ കൈനോട്ടക്കാരി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്
കുറിച്ചാണ് കൺമണിയും കൃഷി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത്. കൺമണിയുടെ മുഖത്ത് ചെറിയൊരു പേടിയെല്ലാം ഉണ്ട്. എന്നാൽ കൃഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃഷി കൈനോട്ടക്കാരി പറഞ്ഞ തട്ടിപ്പാണോ അല്ലേ എന്ന രീതിയിലാണ് കൃഷി ഇങ്ങനെ നിൽക്കുന്നത്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അല്ല കൺമണി എന്താണ് ജ്യൂസ് കുടിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് അല്ല സാർ എന്താണ് ജ്യൂസ് കുടിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് ആ കൈനോട്ടക്കാരി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണോ സാർ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി അതെ അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിന് മുഖ്യ കാരണം ബലരാമനാണ്. ബലരാമൻ വന്നതിന് ശേഷമാണ് ഞാനും അച്ഛനും പരസ്യമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ബലരാമൻ ഞങ്ങൾക്കിടയിൽ വലിയൊരു ശല്യക്കാരൻ തന്നെയാണ്, എൻ്റെ ഒരു ശത്രു തന്നെയാണെന്ന് പറയുകയാണ് കൃഷി. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണിക്ക് എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ ചിന്തിക്കുന്നത് ഈശ്വര ബലരാമൻ സാറിൻ്റെ സഹോദരനാണെന്ന് ഞാൻ എങ്ങനെ സാറിനെ അറിയിക്കും? ആ കൈനോട്ടക്കാരി പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് സാർ അറിയുന്നില്ലല്ലോ. ഇതൊക്കെ ഓർത്ത് കൺമണി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഇനിയും ബലരാമൻ ഞങ്ങൾക്കിടയിൽ ഒരു ശല്യമായിട്ട് വന്നാൽ ഞാൻ ബലരാമനെ കൊന്നുകളയുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാറേ ഇത് റോഡാണെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി ഒന്ന് മയപ്പെടുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷിയോട് ഇനി സാറിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതിന് മുമ്പ് സാർ എന്നോട് വിളിച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറയുകയാണ്. അതിപ്പോൾ അച്ഛൻ്റെ കാര്യമായാലും ശരി ബലരാമൻ്റെ കാര്യമായാലും ശരി സാർ ആദ്യം എന്നെ വിളിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് കൺമണി കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് കൃഷി കൺമണിക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് മറ്റൊരു കാര്യം പറയുകയാണ്. ആ കൈനോട്ടക്കാരി പറഞ്ഞ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ആ കൈനോട്ടക്കാരി പറഞ്ഞ മറ്റൊരു കാര്യം കേട്ട് എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണ്. നമ്മൾ രണ്ടുപേരും രാമനും സീതയുമാണെന്നാണ് കൈനോട്ടക്കാരി പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണനും സന്തോഷമായി എന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് പിന്നെ പറയുന്നത് കൺമണിയാണ് എൻ്റെ ബലം, അല്ലാതെ ഞാനല്ല കൺമണിയുടെ ബലം എന്ന് പറയുകയാണ്. കൺമണിയാണ് സത്യത്തിൽ എൻ്റെ ബലം എന്ന് പറഞ്ഞ് കൺമണിയോട് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് കാണിക്കുന്ന ബാലുവിൻ്റെ പെർഫോമൻസ് ആണ്. സുമിത്ര പിന്നെ ബാലുവിനോട് നമ്മൾ ഇപ്പോൾ ബലരാമനെ വിളിക്കാൻ പോവുകയാണ്. ബാലു ബലരാമൻ്റെ മുന്നിൽ ഒന്ന് പെർഫോം ചെയ്യണം, ചാവാൻ കിടക്കുന്ന പോലെ പെർഫോം ചെയ്യണം, കിടക്കയിൽ കിടന്നുകൊണ്ട് പെർഫോം ചെയ്യണം എന്ന് പറയുകയാണ്. തുടർന്ന് ബാലു നീ എന്നെ അഭിനയം ഒന്നും പഠിപ്പിക്കേണ്ട, ഒന്നുമില്ലെങ്കിലും 30 വർഷമായിട്ട് ഞാൻ നിൻ്റെ മുന്നിലല്ലേ അഭിനയിച്ച് തകർക്കുന്നത്, അഭിനയത്തിൻ്റെ കാര്യം ഓർത്തൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട. തുടർന്ന് സുമിത്ര വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സഹദേവനെ വിളിക്കുകയാണ്. സഹദേവനെ വിളിച്ചിട്ട് ഈ ഫോണിൽ ബലരാമന് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് സഹദേവൻ ഫോണുമായിട്ട് ബലരാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സുമിത്ര ബാലുവിനോട് വേഗം തന്നെ കിടക്കാൻ പറയുകയാണ്. തുടർന്ന് ബാലു വേഗം തന്നെ ആ കട്ടിലിൽ കിടക്കുകയാണ്. ഒരു ഓൾ ദ ബെസ്റ്റ് എല്ലാം പറഞ്ഞ് ബാലു തന്നെ തൻ്റെ മുഖത്തേക്ക് ഒരു ഓക്സിജൻ മാസ്ക് വയ്ക്കുകയാണ്. തുടർന്ന് സഹദേവൻ ആ ഫോണുമായിട്ട് ബലരാമൻ്റെ അടുത്തേക്ക് ചെന്ന് ആ ഫോൺ ബലരാമന് കൊടുക്കുകയാണ്. തുടർന്ന് സുമിത്ര ബലരാമനോട് ബലരാമ ഇത് ഞാനാണ് നിൻ്റെ അമ്മയാണെന്ന് പറയുകയാണ്. നിൻ്റെ അച്ഛന് നിന്നെ എത്രയും പെട്ടെന്നൊന്ന് കാണണം, നീ ഒന്ന് വീഡിയോ കോളിൽ വരാൻ പറയുകയാണ്. ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞതാണ് നിന്നെ വിഷമിപ്പിക്കേണ്ട, സങ്കടപ്പെടുത്തേണ്ടതെന്ന്. പക്ഷേ നിൻ്റെ അച്ഛന് നിന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ട്, നീ ഒന്ന് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞുകൊണ്ട് സുമിത്ര ബലരാമനെ വീഡിയോ കോളിലൂടെ സംസാരിക്കുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ബലരാമൻ്റെ മുകളിൽ കരഞ്ഞഭിനയിക്കുകയാണ്. തുടർന്ന് ബാലുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബാലു ഓക്സിജൻ മാസ്ക് എല്ലാം മുഖത്ത് വെച്ച് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് ബലരാമനാകെ സങ്കടമാവുകയാണ്. ചാവാൻ കിടക്കുകയാണല്ലോ തൻ്റെ അച്ഛൻ എന്നൊക്കെ വിചാരിച്ച് ബലരാമനാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ഓക്സിജൻ മാസ്ക് മാറ്റി വെച്ച് ബാലു ബലരാമനോട് സംസാരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബാലുവിൻ്റെ വായിൽ നിന്ന് ചോര പോലെ എന്തൊരു സാധനം വരികയാണ്. എന്തോ ഒരു സാധനം കടിച്ചു പൊട്ടിച്ചിട്ടാണ് ആ ചോര വരുത്തുന്നത്. എന്നാൽ അത് ബലരാമൻ കാണുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ സുമിത്രയോട് അമ്മേ ദേ അച്ഛൻ്റെ വായിൽ നിന്ന് ചോര വരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര ചോരയല്ലേ, അതൊന്നും ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഞങ്ങളുടെ വിഷമം ഇപ്പോൾ ചോരയൊന്നുമല്ല, നീ ഞങ്ങൾക്ക് തന്ന വാക്കാണ്, നീ ഞങ്ങൾക്ക് തന്ന വാക്ക് നീ നിറവേറ്റുന്നില്ലല്ലോ, അതാണ് ഞങ്ങളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം. അതല്ലാതെ നിൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് ചോര വന്നൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ കുറിച്ച് ഓർക്കുകയാണ്. തുടർന്ന് ബലരാമൻ വീണ്ടും അമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുക്കുകയാണ്. അമ്മ അതോർത്തൊന്ന് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും സാഗറിനെ കൊന്നുകളയുമെന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ അച്ഛന് സത്യം ചെയ്ത് കൊടുക്കുകയാണ്. അച്ഛനാണേ സത്യം, ഞാൻ സാഗറിനെ കൊന്നുകളയുമെന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ബലരാമൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ബലരാമൻ്റെ സ്വന്തം വീട്ടിലെ മുറി പോലും കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല, ആശുപത്രിയാണെന്നാണ് ബലരാമൻ വിചാരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് സുമിത്രയ്ക്ക് സന്തോഷമാവുകയാണ്. ബലരാമൻ സാഗറിന്റെ കഥ കഴിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് സുമിത്ര ഇങ്ങനെ സന്തോഷം നിൽക്കുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.